5th സ്റ്റാൻഡേർഡ് സെക്കൻഡ് ലെസൺ നമ്പർ വേൾഡ്. അപ്പം നമ്പർ വേൾഡ് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം അത് നമ്മുടെ സംഖ്യകളെക്കുറിച്ചുള്ളതാണ്. സംഖ്യാലോകം, സംഖ്യകളെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് ഇതിനകത്ത് ഉണ്ടാവുക. വലിയ നമ്പറൊക്കെ എങ്ങനെയാണ് നമ്മൾ അത് റീഡ് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇതിൽ ചർച്ച ചെയ്യുന്നത്. ഫസ്റ്റ് തന്നെ നമ്മുടെ ചെറിയ നമ്പറുകൾ, അതായത് 5 അക്ക സംഖ്യകൾ വരെ നമ്മൾ എങ്ങനെയാണ് റീഡ് ചെയ്യുക. ഹൗ ടു റീഡ് 5 ഡിജിറ്റ് അപ് ടു 5 ഡിജിറ്റ് നമ്പേഴ്സ്. ഫസ്റ്റ് അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഉള്ളത്. 1, 10, 100, 1000, 10,000. അടുത്ത പേജിലെത്തുമ്പോഴേക്കും അതും ഹൗ ഡു ദ നമ്പേഴ്സ് ബിക്കം ലാർജർ, എങ്ങനെയാണ് അത് വലിയ നമ്പറായി മാറുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. ഫസ്റ്റ് നമ്മൾ 1 ഇട്ട് കൊടുത്തു. ആ 1 10ൻ്റെ പ്ലേസിൽ മൂവ് ചെയ്യുമ്പോഴും നമ്മുടെ 1ൻ്റെ സ്പേസിൽ 0 ആകുമ്പോൾ 10 ആയിട്ട് മാറി. അതുപോലെ തന്നെ 100 പ്ലേസിൽ 1ഉം പിന്നെ 0 ഇട്ട് കൊടുക്കുമ്പോൾ 100 ആയി. അങ്ങനെയുള്ള മാറ്റങ്ങളാണ് പിന്നെ പറയുന്നത്. പിന്നെ ഇനി അതിൽ കൂടുതലല്ല, 10,000ൻ്റെ കൂടെ ഒരു 0 കൂടെ കൂടുമ്പോൾ അത് ലാക്കാവും. പിന്നെ അടുത്തൊരു 0 കൂടെ കൂടുമ്പോൾ അത് 10 lakh ആവും. വീണ്ടും ഒരു 0 കൂടുമ്പോൾ അത് ക്രോറാവും. അപ്പോൾ അതും നമ്മളിവിടെ ഇങ്ങനെ 0 കൂടുന്നതിനനുസരിച്ചിട്ടുള്ള മാറ്റങ്ങൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. പ്ലേസ് വാല്യൂ 1s, 10s, 100, 1000, 10,000, lakh, 10 lakh ആൻഡ് ക്രോർ. ഇനി മറ്റുള്ള കൺട്രിയിൽ, ഇൻ അതർ കൺട്രീസ്, മറ്റുള്ള രാജ്യങ്ങളിൽ നമ്മളിപ്പോൾ റീഡ് ചെയ്യുന്ന ക്രോറൊക്കെ റീഡ് ചെയ്യുന്നത് വേറെ ഓരോരോ വിധത്തിലാണ് ചെയ്യുന്നത്. അതായത് 1ൻ്റെ കൂടെ 5 0 ഉണ്ടെങ്കിൽ അത് 100,000 എന്ന് പറയാം. നമ്മൾ 100,000, നമ്മൾ 10s, 1s, 100,000 നമ്മളവിടെ എത്തുമ്പോഴേ 1s, 10s, 100, 1s, 10s, 100, 1000, 10,000 കഴിയുമ്പോൾ നമുക്ക് എന്താണ്, ലാക്കാണ്. അപ്പോൾ 10,000 കഴിഞ്ഞാൽ 100,000 വെച്ചിട്ടാണ് നമ്മുടെ ലാക്കിൻ്റെ വേറൊരു പേരാണ് ഇത് 100,000 എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് അതർ കൺട്രീസിൽ നമ്മൾ നമ്പർ റീഡ് ചെയ്യുന്ന മെത്തേഡാണ് അവിടെ കാണിച്ചിരിക്കുന്നത്. പിന്നെ മില്യൺ, 10 million, 100 million, ബില്യൺ, അത് 0 കൂടുന്നതിനനുസരിച്ചിട്ടുള്ള പേരുകളാണ് അവിടെ വരുന്നത്. ഇത് നമ്മൾ റീഡിങ് നമ്പേഴ്സ്, നമ്പർ എങ്ങനെയാണ് റീഡ് ചെയ്യുക. ഇവിടെ കണ്ടോ 3, 6, 2, 8, 8, 0. നമ്മൾ എന്ത് ചെയ്യുക, ഓരോന്നിൻ്റെയും പ്ലേസ് വാല്യൂ കൗണ്ട് ചെയ്യുക. കൗണ്ട് ചെയ്യുമ്പോൾ അവിടെ റൈറ്റിൽ നിന്ന് കൗണ്ട് ചെയ്യുക, വലത്ത് ഭാഗത്തുനിന്ന്. 1s, 10s, 100, 1000, 10,000, lakh എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ കൗണ്ട് ചെയ്യുക. 0, 1 പ്ലേസ് ആണിത്. 8, 10 പ്ലേസ്. പിന്നെ വീണ്ടും ഒരു 8 ഉള്ളത് 100. ഇവിടെയുള്ള 2 എന്താണ്, 1000. 6, 10,000. 3 വരുന്നത് ലാക്ക്. അപ്പം 3 lakh മാത്രമാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, 3 lakh എന്ന് വായിക്കും. പിന്നെ 6ഉം 2ഉം 1000 ആയിട്ടാണുള്ളത്. 6ഉം 2ഉം 1000 ആയിട്ടാണ് ഉള്ളത്. അപ്പോൾ നമ്മൾ ഒരുമിച്ച് റീഡ് ചെയ്യും 62,000. പിന്നെ നമ്മൾ സാധാരണ റീഡ് ചെയ്യുന്ന പോലെ 3 അക്ക സംഖ്യകൾ 880. 3 lakh 62,000, 880, 880. ഇനി നമ്മുടെ ഇനി വേറെ ഓരോരോ നമ്പർ നമ്മൾ റീഡ് ചെയ്യുന്ന ആ ഒരു മെത്തേഡ്, അതായത് ഓരോ ഡിജിറ്റ് കൂടുന്നതിനെയും ഇവിടെ കണ്ടോ 3628 അല്ലെ, 3628, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ. പിന്നെ വീണ്ടും എന്താണ്, പ്ലേസ് വാല്യൂ വന്നിട്ട് അതിൻ്റെ ഓരോ ഡിജിറ്റ് കൂടുന്നതിന് അതിൻ്റെ പ്ലേസ് വാല്യൂ മാറുന്നതാണ് അവിടെ കാണിച്ചിരിക്കുന്നത്. 1 ഡിജിറ്റ് നമ്പേഴ്സ് 1 to 9 ആണ്. 1 to 9 ആണ് 1 ഡിജിറ്റ് നമ്പർ. അതിൽ ഏറ്റവും ചെറുത് 1ഉം ഏറ്റവും വലുത് 9ഉം ആണ്. 2 ഡിജിറ്റ് നമ്പർ സ്റ്റാർട്ട് ചെയ്യുന്നത് 10 മുതലാണ് അല്ലെ. 10 to 99 ആണ് 2 ഡിജിറ്റ് നമ്പേഴ്സ്. അതിൽ സ്മോളസ്റ്റ് 10ഉം ലാർജസ്റ്റ് 99ഉം. അങ്ങനെ ഓരോരോ ഡിജിറ്റ് വരുന്നതിൽ വലുതും ചെറുതുമാണ് അവിടെ കാണിച്ചിരിക്കുന്നത്. പിന്നെ അവിടെ കാണിച്ചിരിക്കുന്നൊരു കാര്യം, ഹൗ ടു റീഡ് 2, 3, 4, 5, 6, 7. നമ്മൾ എന്ത് ചെയ്യുക, കൗണ്ട് ചെയ്യുക. 1s, 10s, 100, 1000, 10,000, lakh. അപ്പോൾ ഇത് റീഡ് ചെയ്യേണ്ടത് 2,34,567. പ്ലേസ് വാല്യൂ എഴുതിയിരിക്കുന്ന ഒരു സ്റ്റെപ്പാണ് ഞാൻ അടുത്തതായിട്ട് ചെയ്തിരിക്കുന്നത്. അതായത് നമുക്കൊരു വലിയ നമ്പർ തന്നിട്ടുണ്ട്. അതിൻ്റെ ലാസ്റ്റ് കാണുന്ന നമ്പർ, അതായത് ഫസ്റ്റ് ഡിജിറ്റ് എന്താണ്, 1s ആണ്. നമ്മൾ ഇവിടെ നിന്നല്ല കൗണ്ട് ചെയ്യുക, ഇവിടെ നിന്ന് കൗണ്ട് ചെയ്യാം. 1s, 10s, 100, 1000, 10,000, lakh, 10 lakh, crore. ഇതാണ് നമ്മുടെ പ്ലേസ് വാല്യൂ. നമ്മൾ ഒരു കാര്യം ഓർമ്മിക്കേണ്ടത്, നമ്മൾ വായിക്കുമ്പോൾ 4 crore വരെ. അപ്പോൾ 4 മാത്രമേ ക്രോറിൻ്റെ എടുക്കുകയുള്ളൂ.
പിന്നെ ലാക്ക് 10 ലാക്ക് ഇത് രണ്ടും കണ്ടോ നിങ്ങൾ? ഇത് രണ്ടും ലാക്കും 10 ലാക്കും അതെങ്ങനെയാണുള്ളത്? 6ഉം 3ഉം ആണ് അതിൻ്റെ ഉള്ളത്. അപ്പോൾ നമ്മൾ 63 ഒരുമിച്ച് വായിക്കും. 1000 10,000 1000 ഉള്ളതും നമ്മൾ എന്ത് ചെയ്യും? ഒരുമിച്ച് വായിക്കും. അങ്ങനെ 75,000 എന്ന് വായിക്കും. അത് രണ്ടും ഒരുമിച്ചാണ് വായിക്കും. ഇത് 63 ലാക്ക് എന്ന് വായിക്കും. ഇത് 75,000 പിന്നെ 340 ടെൻസിൻ്റെ അടുക്ക 4 ആകുമ്പോൾ നമ്മൾ അതിനനുസരിച്ചിട്ടാണ് വായിക്കുക. ഇനി അത് നോക്കി നമ്മൾ 4 crore 63,75,340. അടുത്തൊരു നമ്പർ നോക്കിക്കോ, 70310999. കൗണ്ട് ചെയ്യാം. നമ്മൾ നമ്പർ കിട്ടിക്കഴിഞ്ഞ ഉടനെ നമ്മൾ കൗണ്ട് ചെയ്യാം. 1s 10s 100,000 10,000 ലാക്ക് 10 ലാക്ക് crore 7 crore. ഇവിടെ ഈ 0യും 3യും ആണ് ഒരുമിച്ച് ചെയ്യേണ്ടത്. കാരണം ഇത് ലാക്കാണ്, ഇത് 10 ലാക്കാണ്. അപ്പോൾ 10 ലാക്കിൻ്റെ സ്പേസിൽ നമ്പർ ഇല്ല, അതുകൊണ്ട് തന്നെ അത് 3 മാത്രമേ വരുള്ളൂ. 0ൻ്റെ സ്പേസ് ഇപ്പോൾ 3 ഇപ്പറാണെങ്കിൽ, അതായത് ലാക്കിൻ്റെ സ്പേസിലാണെങ്കിൽ നമുക്ക് 30 എന്ന് വായിക്കാം. 7 crore 3 lakh. പിന്നെ ഇത് രണ്ടും ഒരുമിച്ചിട്ടായും വായിക്കാം. ഇത് 1000 ആണ്, ഇത് 10,000 ആണ്. 0 1000 പ്ലേസിലാണ്, 1 10,000 പ്ലേസിലാണ്. അത് രണ്ടും ഒരുമിച്ച് വായിക്കുമ്പോൾ നമ്മൾ 1010 എന്ന് വായിക്കും. 10,999. അടുത്ത നമ്പർ നോക്കിയാൽ നിങ്ങൾ, ഇതും നമ്മൾ കൗണ്ട് ചെയ്യുക. 1s 10s 100 1000 10,000 ലാക്ക് 10 ലാക്ക് crore 10 crore. അപ്പോൾ ഈ ക്രോറും 10 crore വരുന്നത് എന്ത് ചെയ്യാം? ഒരുമിച്ചിട്ട് 10 crore 10 കോടി 77 ലാക്ക്, അതായത് 77 ലക്ഷം. 10 കോടി 77 ലക്ഷത്തി അല്ലേ 10,000 10,000 467 467. അടുത്തത് അതുപോലെ തന്നെ ഒരു വലിയ നമ്പറാണ്. ഓരോ പ്രാവശ്യവും നിങ്ങൾ എന്ത് ചെയ്യുക? 1s 10s 100 1000 10,000 ലാക്ക് 10 ലാക്ക് crore 10 crore ഇങ്ങനെ കൗണ്ട് ചെയ്യാം. എന്നിട്ട് റീഡ് ചെയ്യുക. ക്രോറും 10 crore ഒരുമിച്ച് റീഡ് ചെയ്യാം. ലാക്കും 10 ലാക്കും ഒരുമിച്ച് റീഡ് ചെയ്യാം. 1000ഉം 10,000ഉം ഒരുമിച്ച് റീഡ് ചെയ്യാം. നമുക്ക് കിട്ടുന്ന ആൻസർ 10 crore 92,66,446. അതായത് 10 കോടി 92,06,446. അടുത്തതും ഇതുപോലെ തന്നെ 14 crore 66,05,913. 15 crore 25,89,828. 20 crore 64,45,062. അടുത്തത് കുറച്ചുകൂടെ വലിയൊരു നമ്പറാണ്. നോക്കിയാൽ മനസ്സിലാവും. 1s 10s 100 1000 10,000 ലാക്ക് 10 ലാക്ക് crore 10 crore. ബട്ട് 5 ആകുമ്പോഴത്തേക്ക് 10 crore എത്തി. നമ്മളിനി അടുത്ത നമ്പറിനെ പറയാം 100 crore എന്നാണ് പറയാം. 3 crore ഇത് 10 crore ഇത് 100 crore. ഇപ്പോൾ ക്രോറ് വരുന്നത് ഈ 453 ഈ 453 ഒരുമിച്ച് വായിക്കണം. അതെല്ലാം ക്രോറാണ്. ഇത് ക്രോറ് 3 crore 5 10 crore 4 100 crore നമ്മൾ ഒരുമിച്ച് വായിക്കണം. 453 crore 453 crore. പിന്നെ നമ്മൾ ബാക്കി സാധാരണ വായിക്കുന്ന പോലെ തന്നെ 58 ലാക്ക്. ഇവിടെ 1000 പ്ലേസിൽ ഇവിടെ 10,000 ഇല്ല, അപ്പോൾ 7,440. 453 crore 58 lakh 7,440. 453 കോടി 58,7,440. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഞാൻ റീഡ് ചെയ്തിരിക്കുന്ന എല്ലാ നമ്പറും നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള നമ്പേഴ്സ് തന്നെയാണ്. ഇനിയും ഒരുപാട് നമ്പേഴ്സ് അതിലുണ്ട്. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പ്ലാനറ്റ് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞിട്ടൊരു കോളം കാണാം. പേജ് നമ്പർ 25 സൈഡ് ബോക്സ് ആയിട്ട് അതിൽ പറയുന്നുണ്ട്, ദ ടേബിൾ ഷോസ് ദ മിനിമം ആൻഡ് മാക്സിമം ഡിസ്റ്റൻസ് ഓഫ് ദ പ്ലാനറ്റ്സ് ഫ്രം ദ സൺ ആസ് ദേ ഓർബിറ്റ് അറൗണ്ട് ഇറ്റ്. അതായത് ഇങ്ങനെ നമ്മുടെ സൂര്യനെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ
ഈ മെർക്കുറി, വീനസ്, എർത്ത്, മാസ് അതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഇങ്ങനെ ചുറ്റിക്കൊണ്ടേ നിൽക്കുന്നുണ്ട് അതിൻ്റെ ഓർബിറ്റിൽ. അപ്പോൾ അതിൻ്റെ ഡിസ്റ്റൻസ് ആണ്. അപ്പോൾ ചില സമയത്ത് നമ്മുടെ ഓർബിറ്റിൻ്റെ ഷേപ്പ് എന്തല്ല, സർക്കിളല്ല. സർക്കിളാണെങ്കിൽ മാത്രമേ സൂര്യനിൽ നിന്ന് എല്ലായ്പ്പോഴും ഒരേ ഡിസ്റ്റൻസ് ഉണ്ടാവുള്ളൂ. അപ്പോൾ അതൊരു ഓവൽ ഷേപ്പാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അതിൻ്റെ ഡിസ്റ്റൻസ് മാറിക്കൊണ്ടിരിക്കും. അതിൻ്റെ ഏറ്റവും ചെറിയ ദൂരമുണ്ട്, ഏറ്റവും വലിയ ദൂരമുണ്ട്. അപ്പോൾ ഈ കാണിച്ചിരിക്കുന്ന നമ്പേഴ്സാണ് ഞാനിപ്പോൾ റീഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിലുള്ള ഏറ്റവും വലുതും ഞാൻ റീഡ് ചെയ്തിട്ടുണ്ട്, ഏറ്റവും ചെറുതും റീഡ് ചെയ്തിട്ടുണ്ട്. ബാക്കിയൊക്കെ നമ്പർ സെയിം ഇതിൽ വരുന്നതാണ്. അപ്പോൾ നിങ്ങൾ നോക്കിക്കോ. ഇപ്പം നെപ്റ്റ്യൂണിൻ്റെ ആണ് ഞാൻ ഇതിവിടെ ലാസ്റ്റ് റീഡ് ചെയ്തത്. ഞാനിപ്പോൾ നെപ്റ്റ്യൂണിൻ്റെ മിനിമം ആകുമ്പോൾ നിങ്ങൾ കൗണ്ട് ചെയ്യുക. 1s, 10s, 100, 1000, 10,000, lakh, 10 lakh, crore, 10 crore എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ കൗണ്ട് ചെയ്ത് നോക്കുക. കൗണ്ട് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ കൃത്യമായിട്ട് കിട്ടും. ഞാനിതിവിടെ ഇപ്പം നിങ്ങൾക്ക് ആ ഒരു ഇത് വെച്ചിട്ട് പറഞ്ഞു തരാം. ലാസ്റ്റ് നമ്പറാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക. 1s, 10s, 100, 1000, 10,000, lakh, 10 lakh അങ്ങനെ പോകുന്നു. 10 lakh, പിന്നെ crore, 10 crore. അപ്പോൾ ചിലപ്പോൾ നമ്മൾ വായിക്കുമ്പോൾ തെറ്റിയാൽ തന്നെ നമുക്ക് മനസ്സിലായി. ഇപ്പോൾ 44 crore, 58 lakh, 1 അവിടെ വന്നു. അപ്പോൾ പിന്നെ പ്രശ്നമായി അല്ലേ? നമുക്ക് മനസ്സിലായി എന്താണ് 445 crore ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ അത് കറക്റ്റായിട്ട് വരുള്ളൂ. കാരണം അത് crore കഴിഞ്ഞിട്ട് 10 crore കഴിഞ്ഞിട്ട് 100 crore നമ്പർ നോക്കുക. നമ്മൾ 1, 2, 3, 4, 5, 6, 7, 8, 9, 10 എന്നൊക്കെ പറഞ്ഞിട്ട് നമ്പർ നോക്കുക. അപ്പം എന്ത് വായിക്കാം? 445 crore, 80 lakh, 16,547. ഇതെങ്ങനെ വായിക്കും? 273 crore, 46 lakh, 49,076. ഇതെങ്ങനെ റീഡ് ചെയ്യും? 300 crore, 54 lakh, 21,222. അപ്പോൾ എല്ലാവരും ഇത് നോട്ടിലൊക്കെ നല്ല വൃത്തിയായിട്ട് എഴുതാം. എന്നിട്ട് എഴുതി തന്നെ പഠിക്കുക. അല്ലെങ്കിൽ പിന്നെ അതിൻ്റെ കാര്യങ്ങളൊക്കെ വിട്ടു പോകും. ഓക്കെ, ബായ്.